സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഒന്നും തന്നെ ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും കൂടി നിഫ്റ്റി ഇന്ന് ഒരു റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 23,579 വരെ മാർക്കറ്റ് കയറി എത്തിയിട്ടുണ്ട്. 23,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നാളത്തെ ഒരു ക്ലോസിംഗ് കൂടെ കിട്ടുകയാണെങ്കിൽ ഒരു ബുൾ റൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. 24,000 ടച്ച് ചെയ്യും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇന്ന് 13 പൈസയുടെ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് മറ്റ് വിശേഷങ്ങൾ നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റിൽ നിന്ന് കറൻ്റ്ലി ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ബുള്ളിഷാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 23,646 ട്രേഡിംഗ് നടക്കുന്നത്. 55 പോയിന്റ് മുകളിൽ ഗ്രീനിലാണ്. നിക്കി 379 പോയിന്റ് ഗ്രീനിലാണ്. ചൈനയുടെ ഹാങ്സങ് 20 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 105 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 79 പോയിന്റിൻ്റെ അഥവാ 0.34% മാത്രം ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 23,571 നിന്ന് 12 പോയിന്റ് നഷ്ടത്തിൽ 23,558 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി മാർക്കറ്റ് ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50ൽ 50 സ്റ്റോക്കുകളിൽ 20 എണ്ണം ഇന്ന് പ്രോഫിറ്റിലും 30 എണ്ണം നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. പവർ ഗ്രിഡ്, വിപ്രോ, ICICI ബാങ്ക്, ടൈറ്റൻ തുടങ്ങിയ സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ പ്രധാനമായിട്ടും മുകളിലോട്ട് പൊക്കിക്കൊണ്ടുവന്നത്. മാരുതി, ഡോക്ടർ റെഡ്ഡി, അൾട്രാടെക് സിമെന്റ്, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ വലിച്ച് താഴെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് 239 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. 1.02%. ജൂൺ മാസത്തിൽ നോക്കുകയാണെങ്കിൽ 220 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 1.72% വർദ്ധിച്ചിട്ട് 13.04 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആയിരുന്നു. കൂടാതെ പ്രൈസ് ആക്ഷൻ CPR ക്രോസ് ചെയ്തിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ബാങ്ക് നിഫ്റ്റി ഇന്ന് 50,194 ഓപ്പണായിട്ട് 246 പോയിന്റ് പ്രോഫിറ്റിൽ 50,441 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 22,486 ഓപ്പണായി 99 പോയിന്റ് ലാഭത്തിൽ 22,585 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 77,235 ഓപ്പണായി 65 പോയിന്റ് ലാഭത്തിൽ 77,301 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 12,083 ഓപ്പണായിട്ട് 32 പോയിന്റ് ലാഭത്തിൽ 12,116 ക്ലോസ് ചെയ്തു. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $80.32 വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് കുറയാണ് ചെയ്തത്. 2,311 എത്തിയിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ 83 രൂപ 41 പൈസയാണ് ഒരു US ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 19,101 കോടിയുടെ ബൈങ്ങും 16,532 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,569 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,955 കോടിയുടെ ബൈങ്ങും 12,399 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,555 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 4,125 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ ഇന്ന് നടന്നിരിക്കുന്നത്. ഈ മാസത്തിൽ ജൂൺ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9,118 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,427 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 4,309 കോടി രൂപയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ജൂൺ മാസത്തിൽ എത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 1.88% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നിഫ്റ്റി ഓട്ടോ, FMCG, മെറ്റൽ, ഫാർമ, മീഡിയ ഇതൊക്കെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ETF വരികയാണെങ്കിൽ ബാങ്ക് ബീസ് ഇന്ന് 1.12% മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തി. ഫാർമ ബീസും ഗോൾഡ് ബീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മേജർ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്ക് ഇന്ന് 4.32% മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിയപ്പോൾ മാരുതി 2.14% മികച്ച നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക്, ജൂബിലന്റ് ഫുഡ്സ്, IEX, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ശ്രീറാം ഫിനാൻസ്, പവർ ഗ്രിഡ്, വിപ്രോ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, വോൾട്ടാസ്, പെർസിസ്റ്റന്റ്, ബന്ധൻ ബാങ്ക്, ട്രെൻഡ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ മാരുതി, ജിന്ദാൽ സ്റ്റീൽ, ഡോക്ടർ റെഡ്ഡി, TVS മോട്ടോർ, ഓറോ ഫാർമ, SCFC, AMC, ലോറസ് ലാബ്സ്, ICICI, പ്രൂലി, ആസ്ട്രഡിയം, ഭാരത് ഫോർജ്, അൾട്രാടെക് സിമെന്റ്, ടാറ്റ സ്റ്റീൽ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും അവസാനിച്ചു. NSE മൊത്തത്തിൽ 1,297 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1,054 സ്റ്റോക്കുകൾ നഷ്ടത്തിലും അവസാനിച്ചിരിക്കുകയാണ്. നിഫ്റ്റിയുടെ PCR 1.19 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബുള്ളിഷ് മോഡാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്പോട്ട് പ്രൈസ് 23,558 അവസാനിച്ചപ്പോൾ അവിടുന്ന് 12 പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ 23,570 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 24,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ട്. 1,16,00,000 കോളാണ് ഇവിടെ റേറ്റ് ചെയ്തിട്ടുള്ളത്. 23,500 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത്.
കേവലം 74 ലക്ഷമാണ് പുട്ട് റേറ്റിംഗ് ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.23 സൂപ്പർ ബുള്ളിഷ് ആയിട്ട് കയറിയിട്ടുണ്ട്. 50,441 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 7 പോയിന്റ് താഴെയായിട്ട് 50,434 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 51,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. 35 ലക്ഷമാണ് ഇവിടെ കോൾ റേറ്റിംഗ് ഉള്ളത്. അതേ 50,000 പുട്ട് റേറ്റിംഗ് ഹയസ്റ്റ് വന്നിട്ടുണ്ട്. അവിടെ 50 ലക്ഷം പുട്ട് റേറ്റിംഗ് ആണ് നടന്നിട്ടുള്ളത്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികളൊന്നും തന്നെ ഇല്ല. ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് എന്ന ഒരു കമ്പനിയുടെ റിസൾട്ട് നാളെയാണ് വരുന്നത്. ആ ഒറ്റ കമ്പനി മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഗ്ലോബൽ ഇവൻസ് നോക്കുകയാണെങ്കിൽ USA നെറ്റ് ലോങ് ടേം TIC ഫ്ലോസ്, USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ജപ്പാൻ റിയൂട്ടേഴ്സ് ടാങ്കൻ ഇൻഡെക്സ്, ജപ്പാൻ ബാലൻസ് ഓഫ് ട്രേഡ്, ജപ്പാൻ BOJ മോണിറ്ററി പോളിസി മീറ്റിംഗ് മിനിറ്റ്സ്, UK കോർ ഇൻഫ്ലേഷൻ റേറ്റ്. ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഞങ്ങളുടെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 21 ട്രേഡുകളിൽ നിന്നായിട്ട് 1:0.95 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 0.13% പ്രോഫിറ്റ് അഥവാ -0.13 ആണ്. 802 രൂപയുടെ ഒരു നഷ്ടമാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റിയിൽ 1.2% ലോസാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 2.4% ലോസാണ്. ഫിൻനിഫ്റ്റിയിൽ 4.5% ഇന്ന് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 2.2% ലോസാണ്. സെൻസെക്സിൽ 1.4% ലോസാണ്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇന്ന് 2% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇതുവരെയായിട്ട് ഞങ്ങൾ 13.92% പ്രോഫിറ്റ് കൺഫേം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇന്ന് ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി ഇറങ്ങിയതാണ് മാർക്കറ്റിലേക്ക്. തീർച്ചയായിട്ടും അതുപോലെ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് പ്രതീക്ഷ. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ നമ്മുടെ നോ ട്രേഡ് സോണിനെ അല്ലെങ്കിൽ CPRനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൈസ് ആക്ഷൻ ഇറങ്ങി വന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവിടെ ഒരു സൂപ്പർ എൻട്രിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കാരണം ബ്രേക്ക് ഡൗൺ ലൈനെ ടെസ്റ്റ് ചെയ്തു, ആ ക്യാൻഡിൽ അവിടെ അവസാനിച്ചു. നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയിരിക്കുന്നത് ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ലെവലിൻ്റെ മുകളിലാണ്. സ്ട്രൈറ്റ് ബൈ ആണ്, മറ്റൊന്നും അവിടെ ചിന്തിക്കാനല്ല. നേരെ അവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ അത് ടാർഗറ്റ് 1 കടന്നു. ടാർഗറ്റ് 2 ഇന്ന് ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ലെവലിൽ എക്സിറ്റ് ആവാൻ അവസരം കൊടുത്തിട്ട് ഒരു പുൾ ബാക്ക് എടുത്ത് വീണ്ടും അതിൻ്റെ മുകളിൽ പോയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നല്ല മൂവ്മെൻറ്റ് ഫിൻനിഫ്റ്റി ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും നല്ല പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ഫിൻനിഫ്റ്റി നമ്മളിന്ന് പ്രോഫിറ്റിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എന്തായാലും നിഫ്റ്റിയുടെ ടാർഗറ്റ് ഇതുവരെയായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 23,500 നിഫ്റ്റിയുടെ ടാർഗറ്റ്. 562 വരെ എത്തിയിട്ടുണ്ട്. മിക്കവാറും ഈ മാസം 23,777 ടച്ച് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ 24,404 ഇത് രണ്ടിലേതെങ്കിലും ഒരു വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇന്നിപ്പോൾ 18, ഇനിയും കുറേ ദിവസങ്ങളുണ്ട് നോക്കാൻ വരുന്ന ദിവസം. സെൻസെക്സ് അതിൻ്റെ ഫൈനൽ ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ദെൻ ഫിനാൻസ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ടാർഗറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾറെഡി ഒരു പ്രാവശ്യം അത് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ റിസൾട്ടിനോടനുബന്ധിച്ച്. അതൊരു ഈവൻറ്റ് ഡേ ആയതുകൊണ്ട് നമുക്കത് വിടാം. എന്നാലും ഇപ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ 50,738 എന്ന ടാർഗറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിൻനിഫ്റ്റി അതേ രീതിയിൽ ഒരുവിധം അതിൻ്റെ ടാർഗറ്റൊക്കെ കട്ട് ചെയ്ത് അച്ചീവ് ചെയ്ത് മുകളിലോട്ട് കയറി ഇങ്ങ് വരുന്നുണ്ട്. നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ചാനൽ ട്രേഡേഴ്സ് അരീന ഓൺലൈൻ എന്നുള്ള ഈ ചാനൽ 11,500 പേരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലത്തെ വീഡിയോ 650 പേര് വാച്ച് ചെയ്തിട്ടുണ്ട്. 11 കമൻറ്റുകൾ ആണ്. അംസു നാലകത്ത് മറ്റൊരു നെയ്ത്തുകാരനാണ് എനിക്ക് തോന്നുന്നു നെയ്ത്തുകാരന്മാർ ഒരുപാട് നമ്മുടെ ഇടയിൽ. ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞ നെയ്ത്തുകാരൻ്റെ കഥ, അതായത് ഒരു ചെറിയ പ്രോഫിറ്റിൽ വലിയ പ്രോഫിറ്റ് കിട്ടി, അതിനകത്ത് ചെറിയൊരു ലോസ് വന്നാൽ അപ്പോൾ ആ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വലിയ പ്രോഫിറ്റ് കൊണ്ടുപോയി കളയുന്ന ഒരുപാട് പേരുണ്ട്. വലിയൊരു മണ്ടത്തരമാണ്. വലിയൊരു പ്രോഫിറ്റ് കിട്ടിയാൽ പിന്നെ ട്രേഡ് എടുക്കരുത്. എന്നാൽ കഷ്ടകാലത്തിന് എടുത്തു പോയാൽ അതിനകത്തൊരു ചെറിയൊരു ലോസ് വന്നാൽ അത് മൈൻഡ് ചെയ്യരുത്, അവിടെ വെച്ച് നിർത്തിയിട്ട് പോയേക്കണം. അതാണ് ഇന്ന് രാവിലെ പറഞ്ഞതിൻ്റെ ഒരു കഥ. റഷീദ് PP എന്താണ് പറഞ്ഞത്, ചെറിയ തുക മാത്രം ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാം. നന്നായി കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ചെറിയ തുക കൂടി ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ഷെയറിൽ ചെയ്യാം. ലോൺ എടുത്ത് ട്രേഡ് ചെയ്ത് പണം കളയാതെ നോക്കാം. ഓക്കെ, ഇത് ബിഗിനേഴ്സുള്ള കുറേ അഡ്വൈസസ് ആണ്. എന്തായാലും മറ്റ് ഇമ്പോർട്ടൻ്റ് ആയ കമൻറ്റ്സ് നോക്കുകയാണെങ്കിൽ മുത്തു CE ഹോൾഡിംഗ് ഉണ്ട്. ഇന്ന് CE ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും മോസ്റ്റ് പ്രോബബ്ലി. എന്തായാലും ഇത്രയും കമൻറ്റുകളാണ് ഇന്ന് രാവിലത്തെ വീഡിയോന് വന്നിട്ടുള്ളത്. നമുക്കപ്പോൾ നാളെ കുറച്ചുകൂടെ വിശദമായി, നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്, കുറച്ച് വിശദമായി നാളെ രാവിലെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.